നമസ്കാരം. RSSൻ്റെ സർസംഘചാലക് മോഹൻജി ഭാഗവത് അദ്ദേഹം ഇപ്പോൾ അമേരിക്കൻ പര്യടനത്തിലാണ്. ഇപ്പോൾ അദ്ദേഹം ന്യൂയോർക്കിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ന്യൂയോർക്ക് സന്ദർശനത്തിനെതിരെ ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനി ഉൾപ്പെടെയുള്ളവർ എതിർപ്പറിയിച്ചിരുന്ന വിവരങ്ങളെല്ലാം തത്വമി ന്യൂസ് വിശദമായി തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. ഇപ്പോൾ പുതിയൊരു വാർത്ത വരുന്നത്, പുതിയൊരു വാർത്തയല്ല, നേരത്തെ തന്നെ തത്വമി ന്യൂസ് അതൊരു കാർഡായി പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. ഈ RSSൻ്റെ സർസംഘചാലക് ന്യൂയോർക്കിലെത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് 29 മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ നടക്കുന്ന ഒരു വലിയ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനാണ്. ആ സമ്മേളനത്തിൻ്റെ യൂണിവേഴ്സൽ ഹാർമണി ആൻഡ് യൂണിവേഴ്സൽ വൺനെസ് എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് നടക്കുന്ന ആ സമ്മേളനത്തിൻ്റെ സംഘാടകരെന്ന് പറയുന്നത് എഹെഡ് ഫോറം എന്ന ഒരു സംഘടനയാണ്. AHEAD എഹെഡ് ഫോറം. ആ എഹെഡ് ഫോറം RSSുമായി വളരെ അടുത്ത് തന്നെ പല മേഖലകളിലും പ്രവർത്തിക്കുന്നൊരു പ്രവാസി സംഘടനയാണ്. ആ എഹെഡ് ഫോറത്തിൻ്റെ എക്സ് അക്കൗണ്ട്, മുൻപ് ട്വിറ്ററായിരുന്ന ഇപ്പോൾ എക്സ് ആയിരുന്ന അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. യാതൊരു മുന്നറിയിപ്പും അവർക്ക് നൽകാതെ ട്വിറ്റർ അതങ്ങ് സസ്പെൻഡ് ചെയ്തു. ഇലോൺ മസ്കിൻ്റെ എക്സ് അതങ്ങ് സസ്പെൻഡ് ചെയ്തതിനെ തുടർന്ന് വലിയ വിവാദങ്ങളും വിമർശനങ്ങളും ട്വിറ്ററിന് നേരെ, ഇലോൺ മസ്കിന് നേരെ പോലും ഉയരുകയുണ്ടായി പ്രവാസി ഭാരതീയരുടെ ഭാഗത്തു നിന്ന്. ഞങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു, RSSൻ്റെ സർസംഘചാലകിനെ ന്യൂയോർക്കിൽ തടയുവാൻ മംദാനിക്ക് പോലും ശക്തിയില്ല എന്നുള്ളത്. കാരണം പ്രവാസി ഭാരതീയർ അത്രത്തോളം ശക്തരാണ് അവിടെ. അവരുടെ സ്വാധീനം വളരെ വലുതാണ്. അവരുടെ ഭാഗത്തു നിന്ന് ഇത്രയും ശക്തമായ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് എഹെഡ് ഫോറത്തിൻ്റെ ട്വിറ്റർ ഹാൻഡിൽ, എക്സ് ഹാൻഡിൽ പുനഃസ്ഥാപിക്കപ്പെട്ടു. മണിക്കൂറുകൾക്കുള്ളിൽ, ഏതാനും മണിക്കൂറുകൾ മാത്രമായിരുന്നു. എഹെഡ് ഫോറം തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ സന്ദേശം, അവർ തിരിച്ചു വന്ന സന്ദേശം അവർ നൽകിയിട്ടുണ്ട്. ആ സന്ദേശത്തിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലം. ഈ പശ്ചാത്തലത്തിൽ ഒരു കാര്യം വിശദമായി തന്നെ നാം പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധന ഒരു 2 ഭാഗങ്ങളാണ് നാം പരിശോധിക്കുന്ന പരിശോധനയിൽ. ഒന്ന്, ഈ പ്രത്യക്ഷമായ എതിർപ്പുകൾ, ഈ സൊഹ്റാൻ മംദാനിയെ പോലുള്ളവർ എതിർക്കുന്നത്, പിന്നെ ഭാരതത്തിലുള്ളവർ എതിർക്കുന്ന പ്രത്യക്ഷമായിട്ടുള്ള എതിർപ്പുകളെല്ലാം എന്തുകൊണ്ടാണ് RSSന് നേരെ ഉയരുന്നത്? ഹിന്ദുത്വ ഭീകരവാദം എന്നൊരു ആശയത്തെ അവർ ഭയപ്പെടുന്നത് കൊണ്ടാണോ? അല്ല. അവർക്കറിയാം ഹിന്ദുത്വ ഭീകരവാദം എന്നൊന്നില്ല. ഇസ്ലാമിക ഭീകരവാദത്തിനെ മറച്ചു പിടിക്കുവാനായി അവരുണ്ടാക്കിയൊരു പുകമറ മാത്രമാണ് ഈ ഹിന്ദുത്വ ഭീകരവാദം എന്നുള്ള ആശയം. പക്ഷേ അവർ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നത് RSS മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു യൂണിവേഴ്സൽ ഹാർമണി ആൻഡ് യൂണിവേഴ്സൽ വൺനെസ് എന്ന ആശയത്തെയാണ്. കാരണം എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരേ ഒരു ആശയമേ ഈ ലോകത്തുള്ളൂ, അത് സനാതനധർമ്മമാണ്. കാരണം എന്തും നിരീശ്വരവാദിക്കും കടുത്ത ഈശ്വര വിശ്വാസിക്കും സനാതനധർമ്മത്തിൻ്റെ കുടക്കീഴിൽ കഴിയാം. ചാർവാകനും കഴിയാം, വാൽമീകിക്കും കഴിയാം, ശ്രീരാമനും കഴിയാം, രാവണനും കഴിയാം. രാവണൻ്റെ കുകർമ്മങ്ങളുടെ അല്ലെങ്കിൽ അധർമ്മങ്ങളുടെ പരിധി ലംഘിക്കപ്പെടുന്നത് വരെ, അല്ലെങ്കിൽ അവസാനം, അതിനൊരു അവസാനമുണ്ടല്ലോ, ഒരു ലിമിറ്റ്, റീച്ചിങ് ദ ലിമിറ്റ് എന്ന് പറയുന്നു. ആ കുടം നിറയുന്നത് വരെ. അത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കുടമുടയും അല്ലെങ്കിൽ തുളുമ്പും. അത് സനാതനധർമ്മത്തിൻ്റെ ഒരു രീതിയാണ്. ആർക്കും സനാതനധർമ്മത്തിൻ്റെ കീഴിൽ വരാം. അവർ ഈശ്വര വിശ്വാസിയാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. അവരേതെങ്കിലും ദൈവത്തിന് നിത്യവും 5 or 10 നേരം താണുകേണ് വണങ്ങണമെന്നും യാതൊരു നിർബന്ധവുമില്ല. അവനവൻ്റെ കർമ്മം, സംശുദ്ധമായ കർമ്മത്തിൻ്റെ സംശുദ്ധമായ ഫലം നിങ്ങൾക്ക് ലഭിക്കും. അതാണ് സനാതനധർമ്മത്തിൻ്റെ ഒരു ആശയം, അടിസ്ഥാന ആശയം. അത് മാത്രം മാറ്റമില്ലാതെ തുടരും. ബാക്കി ധർമ്മത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ പോലും കാലാകാലങ്ങളനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രം. അത്തരത്തിലുള്ള ആശയങ്ങളുമായി സനാതനധർമ്മം മുന്നോട്ട് പോകും. കാരണം ഏറ്റവും യുക്തിസഹമായിട്ടുള്ള ആശയമായിട്ട് ലോകത്തിനിത് മനസ്സിലാകും. സയൻറ്റിഫിക് ടെമ്പർമെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ ആ ടെമ്പർമെൻറ്റൊക്കെ മാറ്റിവെച്ച് യഥാർത്ഥത്തിലുള്ള ആശയത്തിലേക്ക്, സനാതനധർമ്മത്തിൻ്റെ ആശയത്തിലേക്ക് വരുമെന്നുള്ള ഭയം തന്നെയാണ്. കാരണം RSSൻ്റെ കാര്യം തന്നെ എടുക്കും. RSSൽ കടുത്ത യുക്തിവാദികൾ RSSകാരായിട്ടുണ്ട്. ദൈവവിശ്വാസികൾ, പേര് ഞാൻ പറയുന്നില്ല, RSSൻ്റെ തലമുതിർന്ന ആചാര്യന്മാർ, പേര് പറഞ്ഞാലും അവർക്ക് വിഷമമൊന്നും ഉണ്ടാകില്ല, എന്നാലും പറയുന്നില്ല. എറണാകുളത്തെ ഭാസ്കരീയത്തിൽ ഭഗവത്ഗീതയെ മുന്നോട്ടും പിന്നോട്ടും ഉറക്കത്തിൽ പോലും വ്യാഖ്യാനിക്കാൻ അറിയാവുന്ന ആചാര്യന്മാരും ഭഗവത്ഗീത ചവറാണ് എന്ന് അഭിപ്രായമുള്ള ആചാര്യന്മാരും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുന്ന ഭാസ്കരീയത്തിലെ രംഗം ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്.
അതിനും അപ്പുറത്തേക്ക് RSSൻ്റെ കുടക്കീഴിന് താഴെ, ഈ സനാതന ധർമ്മത്തിൻ്റെ കുടക്കീഴിന് താഴെ ഒന്നായി ആളുകൾ അണിനിരന്നാൽ ഈ ഇസ്ലാമിക ഭീകരവാദം, ഇടത് ജിഹാദി ആവാസ വ്യവസ്ഥ ഇവയെല്ലാം സ്വാഭാവികമായി തന്നെ തകർച്ചയിലേക്ക് തള്ളിവിടപ്പെടും. അതിനും ഒരു സംശയവും വേണ്ട. അത്തരത്തിലുള്ള ഭയങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളെയും അവരെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന സംഘടനകളെയും ഭയപ്പെടുത്തുന്നുണ്ട്, വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുതന്നെയാണ് മോഹൻജി ഭാഗവത്തിൻ്റെ അമേരിക്കൻ സന്ദർശനത്തിനെതിരെ ഉയരുന്ന എതിർപ്പുകളുടെ പ്രാഥമികമായ കാരണം. ഇനി 2 ഭാഗങ്ങളായി പരിശോധിക്കണമെന്ന് പറഞ്ഞല്ലോ. 2ാം ഭാഗം ഈ സംഘടനകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അത് ഒരല്പം കുഴഞ്ഞു മറിഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് അതൊരു പ്രത്യേകം വീഡിയോ ആയി തന്നെ, പ്രത്യേക വിഷയമായി തന്നെ കൈക്കൊള്ളേണ്ടതുണ്ട്. താമസിയാതെ തത്വമയി ന്യൂസ് ഇന്ന് തന്നെ അത് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. കുറച്ച് വിവരങ്ങൾ ക്രോഡീകരിച്ച് പറയേണ്ടതുള്ളത് കൊണ്ട് അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയാൽ, ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയാൽ വല്ലാതെ നീണ്ടുപോകും ഈ വീഡിയോയുടെ ദൈർഘ്യം. അതിന് മുതിരുന്നില്ല. മറ്റൊരു വീഡിയോ ആയി തന്നെ അത് ഞാൻ തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ വിഷയത്തിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ, എക്സ് എന്തായാലും പരാജയം സമ്മതിച്ചു. എക്സ് പരാജയം സമ്മതിച്ചു എന്ന് പറയുന്ന എക്സിന് അങ്ങനെ മോഹൻജി ഭാഗവതിനോടോ RSSനോടോ പ്രത്യേക വിരോധമൊന്നുമില്ല. ഇതൊരു ബോട്ട് അറ്റാക്ക് ആയിരുന്നു. പ്രത്യേകമായിട്ടുള്ള രീതിയിൽ അൽഗോരിതത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പോവുകയും അതിനെ തുടർന്ന് ഹാൻഡിൽ ബ്ലോക്ക് ചെയ്യപ്പെടുകയും ചെയ്തു. പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ബ്ലോക്ക് ചെയ്ത ഹാൻഡിൽ യാതൊരു വിശദീകരണവും ആ സംഘാടകരുടെ ഭാഗത്തു നിന്ന്, എഹഡ് ഫോറത്തിൻ്റെ ഭാഗത്തു നിന്ന് നൽകപ്പെടാതെ തന്നെ എക്സ് ഹാൻഡിൽ പുനഃസ്ഥാപിച്ചു കൊടുത്തു. ഇതാണ് സംഘടിത ശക്തിയുടെ മേന്മ, ഗുണം. സംഘടിതമായിട്ട് തന്നെ ഒരു കാര്യത്തെ സമാധാനപരമായി നാം എതിർത്താൽ, പ്രതിഷേധിച്ചാൽ അതിന് ഫലം കാണുക തന്നെ ചെയ്യും. ഇതിൽ നിന്ന് ഭാരതീയർക്ക് വലിയൊരു പാഠം പഠിക്കാനുണ്ട്. കാരണം വിഘടിച്ച് നിന്നാൽ ബട്ടോഗെ തോ കട്ടോഗെ, വിഘടിച്ച് നിന്നാൽ നിങ്ങൾ വെട്ടിമുറിക്കപ്പെടും എന്നുള്ള നരേന്ദ്രമോദിജിയുടെയും യോഗി ആദിത്യനാഥിൻ്റെയും സന്ദേശം എപ്പോഴും ഓർത്തു വയ്ക്കുക. ഒരുമിച്ച് നിന്നാൽ ഒരുത്തനും നിങ്ങളെ വെട്ടിമുറിക്കുവാൻ ധൈര്യപ്പെടില്ല, അതിനുള്ള ഉദ്യമം പോലും അവർ നടത്തില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് അമേരിക്കയിൽ ഇപ്പോൾ എഹഡ് ഫോറത്തിൻ്റെ എക്സ് ഹാൻഡിലിൻ്റെ കാര്യത്തിൽ നടന്നത്. എന്തായാലും മോഹൻജി ഭാഗവത്തിൻ്റെ സമ്മേളനങ്ങൾക്ക് സർവ്വവിധ ആശംസകളും നേർന്നുകൊണ്ട് തൽക്കാലം ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വിഷയത്തിൻ്റെ 2ാം ഭാഗവുമായി വൈകാതെ കാണാം. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.